നമസ്കാരം. അപ്പോൾ നമുക്ക് കാറ്റത്തെ കിളിക്കൂടുന്ന സീരിയലിലെ നിധിയുടെയും സുധീഷിൻ്റെയും ഇന്നത്തെ കഥ കേട്ടാലോ? അങ്ങനെ നമ്മുടെ നിധിയും കൂട്ടിക്കൊണ്ട് സുധീഷ് വീട്ടിലോട്ട് വരികയാണ്. അവർ ഡിവോഴ്സിന് വേണ്ടി വക്കീലിനെ കാണാൻ പോയതായിരുന്നു. നിധിയുടെ കയ്യിൽ ആധാറിൻ്റെ കോപ്പിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പെറ്റീഷൻ മൂവ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് വീട്ടിലോട്ട് വരികയാണ്. പിന്നെ എങ്ങനെയാണ് അന്ന് രജിസ്ട്രേഷൻ നടന്നത്, മാരേജ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് ആധാർ വേണ്ടതെന്നൊക്കെ സുധീഷിനോട് നിധി ചോദിക്കുന്നുണ്ട്. പക്ഷേ നിതീഷ് പറഞ്ഞു, ഞാൻ എൻ്റെ കയ്യിലുള്ള കോപ്പിയെല്ലാം കൊടുത്തിരുന്നു, പിന്നെ എനിക്കറിയില്ലെന്ന് പറയുന്നു. പക്ഷേ സുധീഷിൻ്റെ കയ്യിൽ നിധിയുടെ ആധാറിൻ്റെ കോപ്പി ഉണ്ടായിരുന്നു, ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ വീട്ടിലോട്ട് വരുന്നുണ്ട്. വീട്ടിലോട്ട് വന്നതിന് ശേഷം സുനന്ദ സുഭാഷിനെ കാണാനായിട്ട് വീട്ടിലോട്ട് വരികയാണ്. അപ്പം സുനന്ദയെ കണ്ടുകൊണ്ട് സുധീഷ് മൈൻഡ് ചെയ്യുന്നില്ല, നിധിയും അനങ്ങാതിരിക്കുകയാണ്. അപ്പോൾ എന്ത് വേണമെന്ന് നിധി ചോദിക്കുന്നു. അപ്പോൾ സുനന്ദ പറയുന്നത്, എനിക്ക് സുഭാഷ് ചേട്ടനെ ഒന്ന് കാണണം നിധി എന്ന് പറയും. എന്തിനാണ് കാണുന്നത്? ഇനി ഓരോ പ്രശ്നങ്ങൾ നീ കാരണം ഉണ്ടാകരുത് സുനന്ദേ. എന്തെല്ലാം പ്രശ്നങ്ങളാണെന്നറിയോ? പോലീസ് സ്റ്റേഷനിൽ വരെ സുഭാഷ് ചേട്ടനെ അനിയന്മാരെയും കയറ്റി. നികേഷിനെ പോലും വെറുതെ വിട്ടില്ല. നികേഷ് ഞാനും ഉൾപ്പെടെ സ്റ്റേഷനിൽ കയറേണ്ടി വന്നത്. അവനൊരു പഠിക്കുന്ന കുട്ടിയല്ലേ. നീയാണ് അന്ന് സുഭാഷ് ചേട്ടനെ കാണാൻ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് നിൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞത് സുഭാഷ് ചേട്ടനാണ് നിന്നെ വിളിച്ചു വരുത്തിയെന്നാണ്. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും നീ ഇനി മേലെ സുഭാഷ് ചേട്ടനെ കാണാൻ വരുതെന്ന് പറയും. ഇത് നിധി, എനിക്ക് സുഭാഷ് ചേട്ടനെ കാണണം, എനിക്ക് വീട്ടുകാർ വേറെ കല്യാണം ആലോചിക്കുമോ, എനിക്ക് സുഭാഷ് ചേട്ടനെ മറക്കാൻ കഴിയില്ലെന്നൊക്കെ പറയും. സുനന്ദ, ഒന്നീ നീ സുഭാഷ് ചേട്ടനെ വിവാഹം കഴിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നിൻ്റെ വീട്ടുകാർ പറയുന്ന കല്യാണത്തിന് നീ സമ്മതിക്കണം, അല്ലാതെ രണ്ട് കാര്യം കൂടി ഒരുമിച്ച് നടക്കത്തില്ലെന്ന് പറയും. ഓഹോ, സുഭാഷ് ചേട്ടനെ സുനന്ദയെ ഒന്നിപ്പിക്കാൻ അവൾക്ക് എന്തൊരു താല്പര്യമോ. ഇവിടെ എൻ്റെ കാര്യത്തിന് ഒരു തീരുമാനമില്ല, എന്നെ ബന്ധം ഒഴിയാനായിട്ട് വക്കീലിൻ്റെ പുറമെ നടക്കുമെന്ന് പറയും. അങ്ങനെ അതിനുശേഷം നമ്മുടെ നിധി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്, എന്നാലും എങ്ങനെയായിരിക്കും ആധാറില്ലാതെ വിവാഹം രജിസ്റ്റർ ചെയ്തതെന്നൊക്കെ. അപ്പോഴത്തേക്ക് നിധി സാന്ദ്രയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ സാന്ദ്ര, എന്താ നിധി, നിങ്ങൾ വക്കീലിനെ കാണാൻ പോയോ, ഡിവോഴ്സ് പെറ്റീഷൻ മൂവ് ചെയ്യോ എന്നൊക്കെ ചോദിക്കും. അത് ഏട്ടത്തി, പെറ്റീഷൻ മൂവ് ചെയ്ത് ബാക്കി ഫോർമലായിട്ടുള്ള എല്ലാ പേപ്പറിലും കൊടുത്തു, പക്ഷേ ആധാറിൻ്റെ കോപ്പി വേണമെന്ന് പറയുന്നു. എൻ്റെ കയ്യിൽ ആധാറിൻ്റെ കോപ്പി ഇല്ല ഏട്ടത്തി. അപ്പോൾ അതിന് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പുതിയതിന് അപ്ലൈ ചെയ്യാമെന്ന് പറയും. ഏട്ടത്തി, എനിക്ക് എങ്ങനെയെങ്കിലും അതൊന്ന് എടുത്ത് തരുമോ എന്ന് ചോദിക്കും. അതിൻ്റെ നമ്പർ പറഞ്ഞു തന്നാൽ മതി, ഞാൻ പുതിയ ആധാറിന് അപേക്ഷിക്കാമെന്ന് പറയും. ഞാൻ നോക്കട്ടെ നിധി, എത്രയും പെട്ടെന്ന് നീ ഡിവോഴ്സിന് വേണ്ട കാര്യങ്ങൾ നോക്കണം, ഞാൻ എങ്ങനെയെങ്കിലും നമ്പർ എടുത്തിട്ട് നിനക്ക് വാട്സപ്പിൽ നമ്പരെങ്കിലും അയച്ചു തരാമെന്ന് പറയും. ശരി ഏട്ടത്തി എന്ന് പറയും. അതിനുശേഷം നമ്മുടെ നിധി അവിടെ ഇങ്ങനെ നെറ്റിലിങ്ങനെ സെർച്ച് ചെയ്യുകയാണ്. കാരണം ഈ ഡിവോഴ്സ് പെറ്റീഷൻ മൂവ് ചെയ്യുന്നതിന് മുമ്പ് ആധാറിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ സെർച്ച് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് അതുവഴി വരുന്നുണ്ട്. അപ്പോൾ സുഭാഷ് ചോദിക്കും, എന്താ നിധി, മോളെന്താ ഇവിടെ നിൽക്കുന്നത്? അത് ഒന്നുമില്ല സുഭാഷ് ചേട്ടാ, വെറുതെ നിന്നതാന്ന് പറയും. അങ്ങനെ നമ്മുടെ സുഭാഷ് ചേട്ടാ എന്താ മോളെ, അത് സുഭാഷ് ചേട്ടാ, ഈ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് ആധാർ നിർബന്ധമാണോ എന്ന് ചോദിക്കും. ആ ആധാർ നിർബന്ധമാണല്ലോ, അത് വേണ്ടി വരും. എന്തൊക്കെ രേഖകൾ വേണം വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിനെന്ന് ചോദിക്കും. അത് എനിക്കതിനെക്കുറിച്ച് വലിയ അറിവില്ല മോളെ എന്ന് പറയും. സുഭാഷിന് അറിയാവോ? നിങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്തതല്ലായിരുന്നു, നിങ്ങൾക്ക് മോഹം അറിയത്തില്ലയോ? അത് ആധാർ നിർബന്ധമാണെന്നാണ് പറഞ്ഞത്, പക്ഷെ ഞാനന്ന് ആധാർ കൊടുത്തിട്ടില്ല, പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിവാഹം നടന്നതാണ്, പക്ഷെ ഞാൻ ആധാറും ഒരു രേഖകളും കൊടുത്തിട്ടില്ല, പിന്നെ എങ്ങനെ അത് രജിസ്റ്റർ ആയെന്ന് ചോദിക്കും. മോൾ സുധീഷിനൊക്കെ ചോദിച്ചില്ലായിരുന്നു? ചോദിച്ചു, സുധീഷ് എല്ലാ രേഖകളും കൊടുത്തെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പം വയസ്സ് തെളിയിക്കുന്നതിനാണെങ്കിലും സ്കൂൾ സർട്ടിഫിക്കറ്റും ബർത്ത് സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കണ്ട. അതാ സുഭാഷ് ചേട്ടാ, പക്ഷെ പിന്നെ എങ്ങനെ ആധാറില്ലാതെ വിവാഹം രജിസ്റ്റർ ചെയ്തത്? എനിക്കറിയത്തില്ല മോളെന്ന് പറയും. എന്താ മോളിപ്പോൾ എന്താ അങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ല സുഭാഷ് ചേട്ടാ, ഞാൻ വെറുതെ ചോദിച്ചതെന്ന് പറയും. അതിനുശേഷം രാവിലെ എഴുന്നേറ്റ് നിധി കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് സുഭാഷ് ചായയെ കൊടുക്കും. ചായയെ കുടിച്ചിട്ട്, എന്ത് ആരെയും ഇവിടെ കാണാൻ? അതോ എല്ലാവരും നേരത്തെ എഴുന്നേറ്റ് കുളിയും അലക്കുമൊക്കെ നടത്തുന്നതെന്ന് പറയും പുറത്ത്. ഞാൻ പറഞ്ഞില്ലേ സുഭാഷ് ചേട്ടാ, രാവിലെ 7 മണിക്ക് അവർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അവർ ഉറങ്ങാൻ കിടന്നാൽ പോലും അവർക്ക് ഉറങ്ങാൻ വരത്തില്ലെന്ന് പറയും. ചായയെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹരീഷ് വന്ന് വിളക്കെല്ലാം കത്തിക്കുന്നു. വിളക്ക് കത്തിച്ച് ഒരു പ്രാർത്ഥന പാട്ടൊക്കെ ഇട്ട് വെക്കും. അപ്പോഴത്തേക്ക് നിധി വന്നിട്ട് തൊഴിയൊക്കെ ചെയ്യും. ഉടനെ പറയും, നിധിയെ കണ്ടപ്പോൾ പാട്ടങ്ങ് ഓഫ് ചെയ്യും. എന്തിനാ ഭക്തിഗാനം ഓഫ് ചെയ്തത്, നല്ല പാട്ടില്ലേ, ഇരിക്കട്ടെ എന്ന് പറയും. ഉടനെ നിധി ചായ കുടിച്ചതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങി വരും. പുറത്തോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് മിറ്റമൊക്കെ തൂത്തിട്ടേക്കുന്നു. അപ്പോൾ നമ്മുടെ സുധീഷിനെ കണ്ടപ്പോഴത്തേക്ക് നിധി ചോദിക്കും, സുധീഷാണ് മിറ്റമൊക്കെ തൂത്തിട്ടത്? ഞാനാ, വൃത്തിയായില്ലേ? നല്ല വൃത്തിയായി കിടക്കുന്നു എന്ന് പറഞ്ഞ്. അല്ലെങ്കിലും വീട്ടു ജോലിയൊക്കെ ചെയ്യുമ്പം ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ വേണ്ട സുധീഷേ, കൂടുതൽ തെള്ളി മറിക്കണ്ട എന്ന് പറയും. എന്തായാലും സുഭാഷ് ഞാൻ പറഞ്ഞതൊക്കെ ചെയ്തല്ലോ.
താങ്ക്സ് എന്ന് പറയും. ആ ടാക്സിങ് എനിക്ക് അന്നേരം എന്ന് പറയും. ഉടനെ സുധീഷ് ഇങ്ങനെ നോക്കും. എന്താടാ അത് ഏട്ടത്തി, ഞാൻ അവിടെ തൂത്തിട്ടത് ഈ സുധീഷേട്ടൻ കള്ളം പറയാമെന്ന് പറയും. എന്തിനാ സുധീഷേ എല്ലാത്തും ഇങ്ങനെ കള്ളം പറഞ്ഞു? അത് പിന്നെ ഞാൻ വെറുതെ. അപ്പോഴത്തേക്ക് നമ്മുടെ സുഭാഷ് അലക്കാനുള്ള തുണി വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചുകൊണ്ട് നികേഷിൻ്റെ അടുത്തോട്ട് വരും. നികേഷ് പറയും ഒന്നുമില്ല ഏട്ടാ, എൻ്റെ അല്ല ഞാൻ അലക്കി കഴിഞ്ഞെന്ന് പറയും. അപ്പോൾ ഹരീഷ് പറയും എൻ്റെ തുണിയല്ല ഞാൻ അലക്കിയെന്ന് പറയും. ഉടനെ സുധീഷ് പറയും സുഭാഷ് ഏട്ടാ എൻ്റെ കുറച്ച് തുണിയുണ്ടെന്ന് പറയും. ആ എങ്കിൽ ഇങ്ങനെ എടുക്കാൻ പറയും. വേണ്ട സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടൻ എന്താ ഇവിടെ ലോണ്ടറി ഷോപ്പ് നടത്തുന്നുണ്ടോ? ഏറ്റവും ഇളയവനായ നികേഷിൻ്റെ തുണി വരെ അവന് കഴുകാം, പിന്നെ നിങ്ങളുടെ തുണി എന്താ നിങ്ങൾക്ക് കഴുകാമെന്ന് ചോദിക്കും. അത് നിധി എനിക്ക് സോപ്പ് അലർജിയാണ്, അത് കുറച്ച് ദിവസം തുണി കഴുകുമ്പോൾ അങ്ങ് മാറിക്കോളൂ എന്ന് പറയും. സാരമില്ല നിധി, പോട്ടെ ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ കഴുകി കൊടുക്കാം. സുഭാഷ് ഏട്ടാ വേണ്ട, അവരവരുടെ കാര്യങ്ങൾ ഇനി തൊട്ട് അവരവരങ്ങ് ചെയ്താൽ മതിയെന്ന് പറയും. അപ്പോൾ നമ്മുടെ തൂത്തിട്ട മുറ്റത്തോട്ട് നമ്മുടെ ഭാസ്കരൻ ഇങ്ങോട്ട് വന്ന് തുപ്പിയങ്ങിടും. ഉടനെ നികേഷ് എന്ത് വച്ചായി കാണിക്കുന്നത്? എന്ത്? എൻ്റെ വീട് എൻ്റെ പറമ്പ്, അത് എന്താ കുഴപ്പം? ഈ പറഞ്ഞാൽ അച്ഛനെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ്. എന്ത്? അത് എന്തുവാ അത് അത് എൻ്റെ വീട്ടിൽ എൻ്റെ പറമ്പ് എനിക്ക് ഇഷ്ടമുള്ള ചെയ്യാറുണ്ട്. അങ്ങനെ പറ്റത്തില്ല, അങ്ങനെയാണെങ്കിൽ അച്ഛൻ മാത്രമേ താമസിക്കണം, ഇപ്പം ഞങ്ങളെല്ലാം താമസിക്കുന്നില്ല എന്ന് പറയും. ഉടനെ നമ്മുടെ ഭാസ്കരൻ നിധിയോട് ചോദിക്കും ഹൂ മീ എന്നൊക്കെയാണ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പറയും യു ആർ ഓൾറെഡി ക്രോസ് യുവർ ലിമിറ്റ് എന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ വരുന്നത് ഭാസ്കരൻ പറയാം എൻ്റെ ഭാര്യ ഇരുന്നപ്പോൾ പോലും എൻ്റെ അടുത്ത് ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഇതെന്തോ മുറ്റത്ത് നിൽക്കാൻ പറ്റത്തില്ല, മുറ്റത്ത് നിന്ന് ബീഡി വലിക്കാൻ പറ്റത്തില്ല, തുപ്പാൻ പറ്റത്തില്ല. വാട്ട് യു തിങ്ക് അബൌട്ട് മീ? സീ ഗേൾ, ദിസ് ഈസ് മൈ ഹൗസ്, ദിസ് ഈസ് മൈ റൂൾസ് ഓൺലി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഭാസ്കരൻ നിധിയോട് ഇങ്ങനെ ഇംഗ്ലീഷിലൊക്കെ പറയുകയാണ്. അപ്പം അതിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.